സംസ്ഥാനത്തെമ്പാടും സ്ഥാനാർത്ഥി സാധ്യതാ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ഇത്തവണ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പാണ്. ആരാവും തളിപ്പറമ്പിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി? നമുക്കറിയാം, MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് നിലവിലെ അവിടെ നിന്നുള്ള MLA. അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുകൂടിയും അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചില്ല. മറിച്ച് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ MLA സ്ഥാനത്ത് അദ്ദേഹം ഇതുവരെ തുടരുന്നു. പക്ഷേ ഇനി ഈ തെരഞ്ഞെടുപ്പിൽ പുതിയൊരാൾ മത്സരിക്കും. MV ഗോവിന്ദൻ എന്തായാലും മത്സരരംഗത്തുണ്ടാവില്ല. അപ്പോൾ പകരമാര് എന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. CPMനെ സംബന്ധിച്ച് തളിപ്പറമ്പ് ഒരു വലിയ പ്രതീക്ഷ, വലിയ CPMന്റെ കോട്ടയാണ്. സ്വാഭാവികമായും അവിടെ മറ്റട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല. അപ്പോൾ CPM ആരെ അവിടെ കൊണ്ടുവരുമെന്നതാണ് ചോദ്യം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരൊക്കെ പരിഗണനയിലുണ്ട്. നോക്കാം ആരൊക്കെയാണ് ആ സാധ്യത എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊന്ന് N സുകന്യ എന്ന പേരാണ്. N സുകന്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഒപ്പം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഒപ്പം അവർ കോർപ്പറേഷൻ്റെ മുൻ കക്ഷി നേതാവ് കൂടിയാണ്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. CPM ഭരിക്കാത്ത കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഇത്തവണ അവർ N സുകന്യയെ കോർപ്പറേഷനിൽ മത്സരിപ്പിച്ചിട്ടില്ല. സ്വാഭാവികമായും തളിപ്പറമ്പിലെ നിയമസഭാ സ്ഥാനാർത്ഥിത്വം മുന്നിൽ കണ്ടുകൂടിയാണോ ഈ നീക്കമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം കൂടി ഒരുപക്ഷെ സുകന്യയെ നമുക്ക് പരിചയപ്പെടുത്താം. മറ്റൊന്നുമല്ലത് മുൻ MLA ജെയിംസിൻ്റെ ഭാര്യ കൂടിയാണ് അദ്ദേഹം ആ പ്രത്യേകത കൂടിയുണ്ട്. ജെയിംസ് മാത്യുവിൻ്റെ ഭാര്യ കൂടിയാണ് N സുകന്യ എന്ന പ്രത്യേകതയുമുണ്ട്. സ്വാഭാവികമായും ഈ പരിഗണനകളൊക്കെ അവർക്ക് കണ്ണൂരെ മുതിർന്ന നേതാവെന്ന രീതിയിൽ ആ പരിഗണനകളൊക്കെ അദ്ദേഹത്തിന് അവരെ ഈ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. രണ്ടാമത്തെ പേര് ആര് എന്നതാണ് സ്വാഭാവികമായ ചോദ്യം. അത് മറ്റാരുമല്ല, MV നികേഷ് കുമാർ എന്ന പേരാണ്. MV നികേഷ് കുമാർ ഇത്തവണ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ്. നികേഷ് കുമാർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. നവമാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലക്കാരനാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ അദ്ദേഹത്തിനുണ്ട്. നമുക്കറിയാം, CPM രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അഴീക്കോട് മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. എന്തായാലും അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് ഏറെക്കുറെ ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തളിപ്പറമ്പ് തന്നെ ആയിരിക്കുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. MV ഗോവിന്ദന് പകരം MV നികേഷ് കുമാർ അവിടെ മത്സരിക്കാനെത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. നികേഷ് കുമാർ CPMൻ്റെ ഒരു മുഖമാണിപ്പോൾ. CPMൻ്റെ നവമാധ്യമ കൂട്ടായ്മകളും അതിൻ്റെ പ്രചരണ പരിപാടികൾക്കുമൊക്കെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. AKG സെൻറ്റർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ MV നികേഷ് കുമാർ തന്നെ ഒരു പക്ഷേ തളിപ്പറമ്പിൽ മത്സരിക്കാനെത്തിയേക്കാം. ആ പ്രതീക്ഷ തള്ളിക്കളയാനാവില്ല. അതാണ് സാഹചര്യം. മറ്റൊരു പേരുകാരൻ അത് PB ഗോപിനാഥാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം. ഒപ്പം വിസ്മയ പാർക്കിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. മുതിർന്ന അംഗം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് PB ഗോപിനാഥിൻ്റെ പേരും പരിഗണിക്കപ്പെടുന്നു എന്നാണ് സൂചനകൾ. ഈ മൂന്ന് പേരുകൾ ആരെങ്കിലും ഒരാൾ സ്വാഭാവികമായും അവിടെ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, CPMനെ സംബന്ധിച്ച് ഏറ്റവും വിജയം അവർ ഉറപ്പിച്ചിരിക്കുന്ന ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിൽ മറ്റൊരു അട്ടിമറി അവർ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ആ MV ഗോവിന്ദൻ്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് CPMൻ്റെ ആലോചനയുള്ള മൂന്ന് പേരുകാരാണിത്. ഒന്ന് N സുകന്യ, ഏറ്റവും പരിഗണന നൽകുന്ന പേര്. വനിതാ മുഖമാണ്. ഒപ്പം തന്നെ മുതിർന്ന അംഗമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം രണ്ടാമത് MV നികേഷ് കുമാറാണ്. നികേഷ് കുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. CPMൻ്റെ നവമാധ്യമ കൂട്ടായ്മയുടെ നവമാധ്യമ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മറ്റൊന്ന് PB ഗോപിനാഥാണ്. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം വിസ്മയ പാർക്കിൻ്റെ ചെയർമാനാണ്. അതിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ MV ഗോവിന്ദൻ്റെ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം CPM ആലോചന നടത്തുന്നത് അങ്ങനെയാണ്. ചുരുങ്ങിയ ചില ഇടങ്ങളിൽ മാത്രമേ ഈ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളൂ. കാരണം ബാക്കിയിടങ്ങളിൽ പലയിടത്തും സിറ്റിംഗ് MLA മാർ തന്നെ മത്സരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് മറ്റിടങ്ങളിലെ ചെറിയ മാറ്റങ്ങളിൽ കണ്ണൂരിൽ നടക്കുന്ന ആലോചനകൾ ഇങ്ങനെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.